ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നതാണ്. നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഒരുപോലെ എല്ലാ പേർക്കും റെസൊണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജുകൾ, അവരുടെ ആത്മാവ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ മനസ്സ് തുറന്ന് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് പറയാതെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് സോൾ മെസ്സേജസ് കൊണ്ട് വ്യക്തമാക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ബീയിങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. ഇപ്പോൾ ഒരു റിഫ്ലക്ഷൻ കാർഡാണ് വന്നിട്ടുള്ളത്. ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു അകൽച്ചയിലാണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തി മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങളിൽ നിന്നും അകന്നപ്പോഴാണ് പല കാര്യങ്ങൾക്കും അവർക്ക് ക്ലാരിറ്റി ഉണ്ടായത്. അതായത് ഒരു പക്ഷേ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴൊന്നും നിങ്ങളുടെ ഒരു വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡിസ്റ്റൻസിൽ പോയപ്പോൾ നിങ്ങൾ എത്രത്തോളം അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു, നിങ്ങളുടെ സ്ഥാനം എന്തായിരുന്നു, ആ ഒരു എംപ്റ്റിനെസ് എന്ന് പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നുണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഒരു റിഫ്ലക്ഷൻ കാർഡിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിതൗട്ട് യു. നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു പാർട്ട് അവർക്ക് മിസ്സിങ് ആയ പോലെ ഫീൽ ചെയ്യാണ്. ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ, നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു മിസ്സിങ് പീസാണ് എന്ന് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ആബ്സെൻസ് അവരുടെ ജീവിതത്തെ ഏതെല്ലാം രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്നവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യം മുതലേ ഉള്ള കാര്യങ്ങൾ അവരിങ്ങനെ റിവൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പ്ലേ ബാക്ക് ചെയ്യുന്ന പോലെ ബാക്കിലോട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് ടൈമിൽ മുതൽ ഇപ്പോൾ ഈ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വന്ന് നിൽക്കുന്ന സമയം വരെയും അവർ ഓർത്തെടുക്കുന്നുണ്ട് പല കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗം എന്തായിരുന്നു, ആ ഒരു ക്ലാരിറ്റി എന്താണെന്നൊക്കെയും ആ വ്യക്തി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ്. ഓക്കെ, ഒരുപാട് രഹസ്യങ്ങൾ ഈ വ്യക്തി നിങ്ങളറിയാതെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പലപ്പോഴും അവർ നിങ്ങളോട് പറയാൻ ശ്രമിച്ച കാര്യങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ടോ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിലെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമെന്നോർത്തത് കൊണ്ട് അവർ നിങ്ങളോട് പറയാതെ ഇരുന്ന ഒത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. അതിലൊരു കാര്യം എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്, ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് മുന്നേ മറ്റ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പോൾ അത് നിങ്ങളിൽ നിന്ന് അവർ ഹൈഡ്, ചിലപ്പോൾ അവരതിൽ ബ്രേക്കപ്പ് ആയ വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ അവർ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ടോക്സിസിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് അവർ തന്നെ വേണ്ടാന്ന് വെച്ചതായിരിക്കാം. ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരിപ്പോഴും സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ കൂടാതെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നാണ് നെക്സ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ഇമോഷണൽ നീഡ്സ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങളെ അവർക്ക് വിട്ടിട്ട് പോയേണ്ടി വന്നിട്ടുണ്ടാവാം, നിങ്ങളെ കെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവർക്ക് കുറച്ച് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ്, റെസ്പോൺസിബിലിറ്റീസ്, കരിയറിലുള്ള ഇഷ്യൂസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിൽ പ്രശ്നങ്ങളായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നവർ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത്, ഐ വിഷ് ദിസ് നെവർ ഹാപ്പൺ. ഇതൊരിക്കലും
സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ശരിക്കും അവർക്ക് എന്താണ് ചില കാര്യങ്ങൾ പെട്ടെന്ന് അവരുടെ ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിച്ച സമയത്ത്, അല്ലെങ്കിൽ ചില റെസ്പോൺസിബിലിറ്റീസ് വന്ന സമയത്ത് നിങ്ങളെ ഒട്ടും തന്നെ കെയർ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ പേരിൽ സെപ്പറേഷനിലായി പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഇപ്പോൾ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. സോ അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് ഒരു റീയൂണിയനാണ്. നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണം എന്നുള്ള ആഗ്രഹമാണ്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. അത് അവരുടെ ഒരു പ്രതീക്ഷയാണ്. എപ്പോഴും എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒന്നിച്ച് ചേർന്ന് മുന്നോട്ട് പോകും. ഈ ഒരു കാര്യമാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഐ എം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദി പാസ്റ്റ്. സംഭവിച്ചതെല്ലാം അവർ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ പാസ്റ്റിലെന്തോ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ നടന്നിട്ടുണ്ട്. അതിനെല്ലാം തന്നെ അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട്. അവർക്ക് മാപ്പ് കൊടുക്കണം എന്നവർ നിങ്ങളോട് പറയുന്നുണ്ട്. അതെല്ലാം അവർ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് അവർ ഏറ്റു പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സോൾ മെസ്സേജ് വന്നിരിക്കുന്നത് ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. ഈ ഒരു മൊമെൻറ്റിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഈ ഒരു മൊമെൻറ്റ്, അതായത് നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്ന മൊമെൻറ്റിൽ. ഓക്കെ, വി ഹാവ് ടു മെനി ഡിഫറൻസസ് എന്ന് പറയുകയാണ്. അവർക്ക് കുറേ ലിമിറ്റിംഗ് ബിലീഫ്സസ് ഉണ്ട്. അതായത് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുപാട് കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, എസ്പെഷ്യലി ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം റിലേഷൻഷിപ്പിനെ ബാധിക്കും. നിങ്ങൾ അവരെ അതിൻ്റെ പേരിൽ ഒഴിവാക്കും എന്നൊക്കെയുള്ള ചില ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് അവരിപ്പോൾ പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് യെസ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. എന്ത് സംഭവിച്ചാലും ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആ ഒരു സെപ്പറേഷൻ എനർജിയിൽ നിൽക്കുന്നുണ്ട്. രണ്ടുപേരും ആ എനർജി ഇങ്ങനെ ഡ്രൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പറ്റുന്നില്ല, ആ എനർജിയിൽ തുടരാനായിട്ട് രണ്ടുപേർക്കും പറ്റുന്നില്ല. അത്രയും സങ്കടമാണ്. ഡേ ആൻഡ് നൈറ്റ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുപോലെ ആ ഒരു എനർജിയിൽ അത് ലോ ആയിട്ട് പോവാണ്. അതായത് ലോവർ എനർജിയിലേക്ക് നിങ്ങൾ പോകണം. ആ വൈബ്രേഷൻ അങ്ങ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയം കടന്നു പോകാനായിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സോളിന് നിങ്ങളുമായിട്ട് വീണ്ടും റീകണക്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അവർ പല കാര്യങ്ങളെയും ഭയപ്പെടുന്നുണ്ട് ഇപ്പോഴും. എസ്പെഷ്യലി ഗോസിപ്പുകളെയൊക്കെ അവർ ഭയപ്പെടുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒത്തിരി പേർക്കും മറ്റു വ്യക്തികളുടെ എതിർപ്പുകൾ ഉണ്ടാവാം, കാസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ ഫ്യൂച്ചറിനെ ഓർത്ത് ഈ വ്യക്തി ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആണെന്ന് എപ്പോഴോ ഈ വ്യക്തി മനസ്സിലാക്കിയ നിമിഷം മുതൽ അവർ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് നിങ്ങളിൽ തിരിച്ചു വരണമെന്ന് മാത്രം ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ വിട്ടു പിരിഞ്ഞ സമയം മുതൽ അവർ ജീവിതത്തിലെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിരിക്കുകയാണ്. ഒരു ലൈഫ് ലെസൺസ് ഒരുപാട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു സാഹചര്യം അവർ ലൈഫിൽ മറക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. സോൾ ടൈ. ഓക്കെ, വീണ്ടും ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. എപ്പോഴും നിങ്ങൾ രണ്ടുപേരുടെയും ആ ഒരു സോളുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്ര ഡിസ്റ്റൻസിലായിരുന്നാൽ പോലും ഇപ്പോൾ ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് കോൾ ചെയ്യുന്ന അത്ര പോലെ ഇപ്പോൾ എത്ര ഡിസ്റ്റൻസിലായിരുന്നാലും ആ കോള് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ലേ? ആ ഒരു കണക്ഷൻ നിങ്ങളുടെ സോളുകൾ തമ്മിലുണ്ട് എന്നുള്ളതാണ്, ആ ഒരു സോൾ ടൈ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തി എടുത്ത് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിച്ച പോലെ തന്നെ ആ വ്യക്തിക്ക് തിരിച്ച് നിങ്ങളെയും പ്രണയിക്കണം എന്നുള്ളൊരു ചിന്ത വന്നിരിക്കുന്ന സമയമാണ്. ഓക്കെ, അതുകൊണ്ട് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. ഇപ്പോൾ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് ഒരിക്കലും ആ ഒരു സ്ഥലത്ത് സേഫ് അല്ല, ആ ഒരു സ്ഥലത്ത് നിൽക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ അവർ ആഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ
ടോട്ടലി അവർ കൺഫ്യൂസ്ഡ് ആവുകയാണ്, എന്താണ് ചെയ്യേണ്ടത്, മുന്നോട്ടുള്ള പാത്തൊക്കെ കംപ്ലീറ്റ് കട്ട് ഓഫ് ആയ പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, നിങ്ങളോട് എന്താണ് പറയേണ്ടതെന്നറിയില്ല, നിങ്ങളെ എങ്ങനെ തിരിച്ച് ലൈഫിൽ കൊണ്ടുവരണമെന്നറിയില്ല. അത്തരത്തിൽ അവരാകെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവരുടെ മുന്നിലുള്ള വഴി തടസ്സപ്പെട്ടിരിക്കുന്ന പോലെ മുന്നോട്ട് ഐ എം സ്ട്രഗിളിങ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്, ഒരു റൈറ്റ് പാത്ത് ചൂസ് ചെയ്യാൻ പോലും ഈ വ്യക്തിക്ക് പറ്റുന്നില്ല. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ആ വ്യക്തിയുടെ സിറ്റുവേഷനാണ് അവരിവിടെ എടുത്ത് പറയുന്നത്. ആൻഡ് ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. അവരുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇപ്പോഴും എന്താണ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിൽ ഒരുപാട് രീതിയിൽ അവർ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയും ശ്രമകരമാണ് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.